സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതെന്നാണ്. ഇവിടെ കാണുന്നത് സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ ക്രോഷ്യേസ് ആണ്. നിങ്ങളിവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. സിംഗിൾ ക്രോഷ്യയാണ് ഏറ്റവും ചെറുത്, അത് കഴിഞ്ഞ് ഡബിൾ, അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 3 ടൈംസ് സൈസുള്ള ട്രിപ്പിൾ ക്രോഷ്യ. ഇതെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ ചെയിൻ സ്റ്റിച്ചിൽ നിന്നും വെറും ഒരു സ്റ്റെപ്പ് മേലെയാണ് സിംഗിൾ ക്രോഷ്യേസ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കുന്നത് എന്ന് പഠിക്കാം. ഇപ്പോഴത്തെയും പോലെ നമ്മൾ ബേസിക്സിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. ഫസ്റ്റ് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കുന്നു. സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതിനൊരു റിഫ്രഷർ വേണമെങ്കിൽ എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ചുകൾ ഉണ്ടാക്കുന്നു. ചെയിൻ സ്റ്റിച്ചാണ് നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻ സ്റ്റിച്ച്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിഫ്രഷർ വേണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ചിൽ നിന്നാണ് നമ്മൾ നമ്മുടെ സിംഗിൾ ക്രോഷ്യ തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് കാണാം, നമ്മൾ ഓരോ തവണയും ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിനവസാനം ഒരു സിംഗിൾ ലൂപ്പ് നമ്മുടെ ഹുക്കിലുണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഒരു ലൂപ്പ് ഹുക്കിലുള്ള സമയത്ത് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റിച്ച്, ഹുക്കിൽ നിന്നുള്ള ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു വി ഷേപ്പുള്ള ഫോർമേഷൻ അതിന് മുകളിൽ കാണാം. അതിൻ്റെ താഴെ കൂടെ നമ്മൾ നമ്മുടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒരു യാൺ വരച്ച് പതുക്കെ പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഹുക്കിൽ ഇപ്പോൾ 2 ലൂപ്പുകൾ കാണാം. ഒന്നുകൂടെ യാൺ എടുത്ത് ഈ 2 ലൂപ്പുകളിൽ കൂടെയും ഒന്നിച്ച് നമ്മളതിനെ പുറത്തെടുക്കുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഫോം ചെയ്യുന്നത്. ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഹുക്കിനെ ഈ സ്റ്റിച്ചിൻ്റെ വി ഷേപ്പുള്ളതിൻ്റെ താഴെ കൂടെ ഇൻസേർട്ട് ചെയ്ത് അതിനുശേഷം നമ്മളതിനെ യാണിനെ വലിച്ച് പുറത്തെടുത്ത് നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാകുമ്പോൾ ഒന്നോടെ യാൺ ഓവർ ചെയ്ത് യാണിനെ വലിച്ച് ഈ 2 ലൂപ്പിലൂടെയും പുറത്തെടുക്കുന്നു. ഒന്നുകൂടി കാണാം നമുക്ക്. ഇനി ലാസ്റ്റ് ടൈം നമ്മൾ ഹുക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ചെയ്യുന്നു, യാൺ പുറത്തേക്ക് എടുക്കുന്നു. അതിനുശേഷം ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെയും പുറത്തേക്ക് എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് സിംഗിൾ ക്രോഷ്യ. നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ക്രോഷ്യയാണ് ഫോം ചെയ്യേണ്ടത്. ഇതെല്ലാവർക്കും ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ഉണ്ടാക്കേണ്ടത് എന്നതാണ്. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി സിംഗിൾ ക്രോഷ്യ എങ്ങനെ ഫോം ചെയ്യണമെന്നും നിങ്ങളുടെ സ്ലിപ്പ് നോട്ടുകളും ചെയിൻ സ്റ്റിച്ചുകളും എങ്ങനെ ഫോം ചെയ്യണമെന്നും പഠിക്കുക. അതിനുശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ഉണ്ടാക്കേണ്ടത് എന്ന് പഠിക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്